ആഹാ കേറി വാ. അവരോട് പണി നിർത്താൻ പറ മോളെ. അവരോടത് മാറ്റരുതെന്ന് പറ. ഈ സാധനങ്ങൾ കിട്ടിയാ കേമാക്കാം. സാർ அந்த நிருபம் மேடம் வந்திருக்காங்க. வர சொல்லு. மேடம் ப்ளீஸ். വാ. ഐ ആം സീതാറാം അയ്യർ. അയ്യോ എനിക്കറിയാം സർ. സാറിന്റെ കടയിൽ നിന്നാ ഞങ്ങള് ഫംഗ്ഷൻസിന് സാരിയൊക്കെ വാങ്ങുന്നത്. എന്റെ വൈഫ് രുക്മിണി, പുതിയടം രാമൻ നമ്പൂതിരി. പ്ലീസ്. ഞാൻ എവിടെയോ കണ്ടിട്ടുള്ളത് പോലെ. നമ്മളെ പ്രസിഡന്റിനെ കണ്ട് ബോധം കെട്ട് വീണ. ഇന്നലെ നിരുപമ മാധവമ്മയ്ക്ക് കൊടുത്ത വെജിറ്റബിൾസ് അതവർ ഞങ്ങൾക്ക് കൊണ്ടു തന്നു. ചിലപ്പോൾ പറഞ്ഞു കാണും. ആൻഡ് ഐ ഷുഡ് സേ, കഴിഞ്ഞ 10-15 വർഷത്തിനിടയിൽ ഇത്ര ശുദ്ധമായിട്ടുള്ള, ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റബിൾസ് ഞങ്ങൾ കഴിച്ചിട്ടേ ഇല്ല. നമ്പൂരിയെ പറ്റി നിരുപമ കേട്ടിട്ടുണ്ടോന്നറിയില്ല. സദ്യ എന്ന് പറഞ്ഞാൽ അത് നമ്പൂതിരിയുടെ സദ്യ. അതിന് കേരളത്തിൽ ഇദ്ദേഹത്തിന് ഒരു കോമ്പറ്റീഷൻ ഇല്ല. ആക്ച്വലി ഇദ്ദേഹമാണ് സജസ്റ്റ് ചെയ്തത് നിരുപമയെ ഒന്ന് മീറ്റ് ചെയ്യണമെന്ന്. സോ ലെറ്റ് മീ കം ടു ദി പോയിന്റ്. ഞങ്ങൾക്ക് നിരുപമയുടെ വെജിറ്റബിൾസ് വേണം. ഐ മീൻ, ഞങ്ങൾ നിങ്ങളുടെ പ്രോഡക്ട്സ് വാങ്ങാൻ തയ്യാറാണ്, നിരുപമ പറയുന്ന വിലയ്ക്ക്. അയ്യോ സാർ, ഞങ്ങൾക്ക് തരുന്നതിൽ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. എന്താ സാറി പറയുന്നത്? സാറിനെ പോലെ ഒരാൾ എന്നോട് ഇങ്ങനെ ചോദിക്കുന്നത് സത്യം പറഞ്ഞ എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. ഉടനെ വേണമെന്നല്ല, 4 മാസം കഴിഞ്ഞ്. ഇഫ് യു ആർ ഓക്കെ, നാളെ തന്നെ ഞാൻ ടോക്കൺ അഡ്വാൻസ് തരാം. അയ്യോ അഡ്വാൻസ് ഒന്നും വേണ്ട സാർ, ഞാൻ ഓക്കെയാണ്. പെർഫെക്റ്റ്. 2000 പേർക്കുള്ള വെജിറ്റബിൾസ് ആണ് ഞങ്ങൾക്ക് വേണ്ടത്. എത്ര? 2000. 2000. മകളുടെ മാരേജ് റിസപ്ഷന് വേണ്ടിയാ. 6th of June എന്ന് പറയുമ്പോ ഇനി കൃത്യം 4 മാസം. നിങ്ങളുടെ ഒരേക്കർ ഫാമിനെ പറ്റി മാധ്യമ പറഞ്ഞു. ഇറ്റ്സ് എ വെരി ഗുഡ് തിങ് ദാറ്റ് യു ആർ ഡൂയിങ്. വേണ്ട സാധനങ്ങളുടെ ലിസ്റ്റ് തലേസം തന്നെ എത്തിച്ചോളോ. നിങ്ങളുടെ ഫാമിലി എന്താ ഇല്ലാച്ച അത് നേരത്തെ തന്നെ ഒന്ന് അറിയിച്ചു വെച്ചേക്കാം. അങ്ങനെയുള്ളത് വേറെടുത്തും തരപ്പെടുത്താലോ. ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, നോ പെസ്റ്റിസൈഡ്സ്, നോ എൻഡോസൾഫാൻ. സദ്യക്ക് ക്യാൻസർ വിളമ്പാൻ എനിക്ക് താല്പര്യമില്ല. ഇന്നലെ മാധവിയമ്മയ്ക്ക് കൊടുത്ത പോലെ 100% ശുദ്ധമായത്. അല്ലെങ്കിൽ ഐ വിൽ ഗെറ്റ് വെരി ആംഗ്രി. തക്കാളി കണ്ടപ്പോ തന്നെ പരാഗണം കൃത്യാന്ന് ബോധ്യായി. എന്താ അങ്ങനെയല്ലാന്നുണ്ടോ? പച്ചക്കറികൾ പലതും തഴച്ചങ്ങട് വളരാത്തത് പരാഗണം കൃത്യമല്ലാത്തോണ്ട് തന്നെയാ. എന്തേ? സോ ജസ്റ്റ് ഗോ ത്രൂ ദി ലിസ്റ്റ്. നാളെ രാവിലെ തന്നെ എന്നെ അറിയിക്കണം. നിങ്ങളുടെ സൈഡിൽ നിന്ന് ഒരു പക്ക യെസ് കിട്ടിയിട്ട് വേണം വേറൊരു പാർട്ടിക്ക് കൊടുത്തിരിക്കുന്ന ഓർഡർ എനിക്ക് ക്യാൻസൽ ചെയ്യാൻ. ഐ വിൽ വെയിറ്റ് ഫോർ യുവർ കോൾ. കാബേജ് 35 കിലോ, ക്യാരറ്റ് 30 കിലോ, വെള്ളരിക്ക 25 കിലോ, ഉള്ളി 20 കിലോ. ഒരു പച്ചക്കറി ചന്തയിൽ ഉള്ളതിനെക്കാട്ടിലും സാധനങ്ങൾ ഉണ്ടല്ലോ ഇതില്. എല്ലാം വിളഞ്ഞ് റെഡിയാവുമ്പോ എങ്ങനെയാ? എന്റെ ഫാമിലോട്ട് ലോറി അയക്കോ അതോ അതും എനിക്ക് സ്വന്തമായിട്ടുണ്ടോ? അയ്യോ മോളെ, എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാ. പറയുമ്പോ ഒരു സ്റ്റൈൽ ഇരിക്കട്ടെ എന്ന് കരുതി അങ്ങ് പറഞ്ഞു പോയതാ. അതിന്റെ പേരിൽ ഒരു കല്യാണ സദ്യക്കുള്ള പച്ചക്കറി എടുത്ത് പെടലിക്ക് വെച്ച് വരുമെന്ന് ഈശ്വരനാണ് ഞാൻ വിചാരിച്ചില്ല. എന്തായാലും മോളത് മാറ്റി പറയാഞ്ഞത് നന്നായി, അല്ലെങ്കിൽ എനിക്ക് അങ്ങോട്ട് കേറാൻ പറ്റാതായനെ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഞാൻ ആരെയും വിളിക്കാനും പോകുന്നില്ല, ഒന്നും സംസാരിക്കാനും പോകുന്നില്ല. അവനവൻ കുഴിച്ച കുഴികള് അവനവൻ തന്നെ അങ്ങ് മൂടിയാ മതി. അയ്യോ, ഇനിയിപ്പൊ ഞാൻ എന്തോന്ന് അവിടെ ചെന്ന് പറയും? ഭൂകമ്പത്തിലെ ഫാം 2ആയിട്ട് പിളർന്നു പോയിന്ന് പറ. അല്ലെങ്കിൽ പിന്നെ നമ്പൂതിരി പറഞ്ഞ പോലെ പരിഗണിച്ചാ പോരെ? എന്ത്? അല്ല, പരിഗണിച്ചാ പച്ചക്കറികൾ തഴച്ചു വളരുമെന്നല്ലേ അങ്ങേര് പറഞ്ഞത്? പരാഗണം എന്താന്ന് വല്ല നിശ്ചയുണ്ടോ? ഇല്ല. എന്നാലേ എനിക്കും നിശ്ചയില്ല. അങ്ങോട്ട് പിടിക്ക. മോള് വാ, ഇതിന് പറ്റിയ ഒരാൾ എന്റെ കയ്യിലുണ്ട്. അപ്പൊ ഇത്രയും പച്ചക്കറികളാണ് വേണ്ടത്. ഇതൊന്നും ഒരു ഓർഡറേ അല്ല സിസ്റ്ററെ. ഇപ്പറയുന്ന ഡേറ്റിന് സിസ്റ്റർ ഇങ്ങ് വന്നാൽ മതി, സംഗതി റെഡിയായിരിക്കും. അന്നത്തെ മാർക്കറ്റ് വിലയ്ക്ക് സാധനം ഞാൻ തരാം. കൊണ്ടുപോകാനുള്ള വണ്ടിയും ഞാൻ ഏർപ്പാട് ചെയ്യാം. ഒരു ഉറപ്പിനായിട്ട് വേണേൽ 4-5 ദിവസം മുമ്പേ അങ്ങ് എത്തിക്കാം. അപ്പൊ പിന്നെ റിസ്ക് ഇല്ലല്ലോ. പക്ഷെ അത്രയും നേരത്തെ എത്തിച്ചെല്ലാം കേടായി പോയാലോ? 10 ദിവസമായിട്ട് ഇവിടെ ഇരിക്കുന്ന സാധനമാ.
ഇനി വേണേലിരിക്കും ഇതുപോലെ ഒരാഴ്ച. കേരളത്തിൽ ഒരു പച്ചക്കറിയും കേടാവില്ല സിസ്റ്ററെ. ഒറ്റ കാര്യമേ ഉള്ളു ബെന്നിച്ച, ഇത് നമുക്കിടയിൽ തന്നെ നിൽക്കണം. മരുന്നടിക്കാത്ത പച്ചക്കറി വേണോന്നാ അവര് പറഞ്ഞിരിക്കുന്നത്. അതിന് നമുക്ക് കുറച്ച് മണ്ണും ചെളിയും പൊടിയൊക്കെ തേച്ചങ്ങ് കൊടുത്താ പോരെ. ജൈവമാണെന്നേ തോന്നത്തുള്ളൂ. പിന്നെ ഈച്ച വന്നിരിക്കാനുള്ള മരുന്നും അടിച്ചേക്കാം. അപ്പൊ പിന്നെ ഫ്രഷ് ആണെന്നുള്ളതിനെ പറ്റി സംശയം ഉണ്ടാവില്ലല്ലോ. അല്ല, ഫ്രഷ് സാധനം തന്നെ വേണം. ഈ കാണുന്ന പോലെ പഴുത്തു തുടുത്തു വരണമെങ്കിൽ അത്യാവശ്യം ചില വേലകളൊക്കെ കാണിക്കേണ്ടി വരും സിസ്റ്ററെ. വിത്തിടുമ്പോഴേ അവന്മാരത് അവിടെ ചെയ്യും, തമിഴ്നാട്ടിലെ. പിന്നെ ലോറി കയറ്റുന്നതിന് മുമ്പ് ബെൻലേറ്റിലോ മറ്റോ ഒന്ന് മുക്കിപ്പൊക്കി എടുക്കുകയും കൂടെ ചെയ്താൽ സംഗതി സേഫ് ആയിട്ട് ഇവിടെ ഇരുന്നോളും. അതിന്റെ കൂട്ടത്തിൽ ഞങ്ങളുടെ ചില പൊടി കൈകളും. പക്ഷെ ഇതൊക്കെ ശരീരത്തിന് ചീത്തയല്ലേ എന്ന് ചോദിച്ച പറയുന്ന നേരത്ത് കായ്ക്കുകയും കേടാകാതിരിക്കുകയും ഒക്കെ വേണ്ടേ? അല്ലെങ്കിൽ പിന്നെ ഇതിനകത്ത് നിൽക്കുന്ന ഞങ്ങൾക്കൊക്കെ എന്താ ലാഭം? പച്ചക്കറിയാണോ അതിൽ ഫ്യൂറിഡാനും ഫോറേറ്റും ഒക്കെ കാണും. അതിൽ കുറച്ച് കാർബൈഡ് പോയി പെട്ടെന്ന് പഴുക്കട്ടെ. ഈ സാധനമൊക്കെ തേച്ചത് ഉള്ളിൽ പോയി കഴിഞ്ഞാൽ എപ്പോ ആള് വടിയായെന്ന് ചോദിച്ചാൽ മതി. നിങ്ങളുടെ കുട്ടികൾക്ക് ഇത് തന്നെയാണോ കൊടുക്കുന്നത്? അല്ലല്ല, വീട്ടിൽ ആവശ്യത്തിന് നമുക്ക് വേറെ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവരാര് CBI? എവിടെ പോയാലും ഇതുപോലത്തെ ഒക്കെ തന്നെ കിട്ടാൻ പോണത്. ഒരു ചെറിയ കള്ളത്തരം ഇല്ലാതെ കച്ചവടം ഉണ്ടോ മോളെ? എനിക്കറിയില്ല. പക്ഷെ ഇനി ഉണ്ടെങ്കിൽ അത് കാണിക്കേണ്ടത് മനുഷ്യർക്ക് വിളമ്പുന്ന ഭക്ഷണത്തിലല്ല. അയ്യോ, ഈ പറഞ്ഞ ദൂരമുള്ള കുഴപ്പമൊന്നും ഇല്ല മോളെ. എന്റെ വീട്ടിലും വെപ്പും തീനും ഒക്കെ ഉണ്ടായിരുന്നപ്പോ ഞാനും ഇവിടെ നിന്നൊക്കെ തന്നെയാണ് മേടിച്ചോണ്ടിരുന്നത്. ഇനി എന്നാ ആശുപത്രി പോണെന്ന് പറഞ്ഞത്?